ഈ നമ്മുടെ കേരളത്തിൽ പൊതുവെ ഈ പ്രോജക്ട്സ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകിൽ ഒരു ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് ബയാസ്ഡ് ആകാതുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനോ സ്റ്റഡിയോ ഒക്കെ നടത്തി ഉണ്ടാക്കുന്ന പ്രോജക്ട്സ് വളരെ വിരളമാണ്. പലതും കയ്യടി നേടാൻ വേണ്ടിയിട്ട് മാത്രം ഇറക്കി വിടുന്ന പ്രോജക്ട്സാണ് പലതും. പിന്നെ കുറച്ച് പ്രോജക്ട്സ് ഇറക്കും. അത് ഞാൻ സർക്കാരുമായിട്ട് 2004 തൊട്ട് 2018 വരെ ഡീൽ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായതാണ്. പ്രോജക്ട്സ് ഇറക്കി വിടുന്നത്, പ്രോജക്ട്സ് അനൗൺസ് ചെയ്യുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഗവൺമെൻറ് അടുത്ത 5 വർഷം കഴിഞ്ഞാൽ കാണില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അങ്ങനെയാണല്ലോ നമ്മൾ വന്നിരുന്നത്. ഈ അടുത്ത കഴിഞ്ഞ മന്ത്രിസഭ മാത്രമേ രണ്ടാമത് വന്നിട്ടുള്ളൂ ഇലക്ട് ചെയ്ത്. അപ്പം ഇവർ ഒരു പ്രോജക്റ്റ് ഇടും, വളരെ ബൃഹത്തായ ഒരു പ്രോജക്റ്റ്, അതിന് ഒരുപാട് മീഡിയ സപ്പോർട്ടും കൂടെ ഒക്കെ വാങ്ങിച്ച് അത്, കാരണം സർക്കാരിൻ്റെ പവറിലിരിക്കുന്ന സർക്കാരിനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ മീഡിയയ്ക്ക്. എന്തൊക്കെ പറഞ്ഞാലും ശരി, മീഡിയ അതാണ് ചെയ്യുന്നത്. അതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പബ്ലിസിറ്റി എല്ലാം പിന്നെ ഉപയോഗിച്ചിട്ട് ഇതങ്ങ് വളരെ ഹൈപ്പങ്ങ് കൂട്ടി, നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പ് ഉണ്ടാക്കി പ്രോജക്ട്സ് അങ്ങോട്ട് ഇടുന്നതിൻ്റെ പുറകിൽ ഇവർ 2 വർഷം കഴിഞ്ഞ് 2-2.5 വർഷം കഴിയുമ്പോൾ ഇവർ തന്നെ പതുക്കെ ചവിട്ടി പിടിക്കും. കാരണം ഇവർ ഇറങ്ങി പോകുമ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ നടക്കരുത് എന്നുള്ളതിലാണ് ഈ പ്രോജക്ട്സ് വരുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ പല പ്രോജക്ട്സും ചീറ്റിപ്പോകുന്നത് ഇത് കാരണമാണ്. അവർക്ക് ആത്മാർത്ഥതയില്ലായ്മ. ഈ സ്മാർട്ട് സിറ്റി കൊച്ചി എന്ന് പറയുന്ന പ്രോജക്റ്റ് വേറൊരു ആംഗിളിലും ഇതിനെ കാണേണ്ടതുണ്ട്. പൊതുവെ മലയാളികൾ മിഡിൽ ഈസ്റ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മലയാളികളാണ്. ഒരു നല്ല ശതമാനം ആൾക്കാർ അവിടെ പോയി സമ്പാദിച്ച് തിരിച്ചു വന്ന് താമസിക്കുന്നവരും അവിടുത്തെ സമ്പാദ്യമാണ് ഇവിടുത്തെ എക്കോണമി കിടന്ന് കളിക്കുന്നത്. പൊതുവെ മലയാളികൾക്ക് അതുകൊണ്ട് പിന്നെ UAE കാണുന്നതാണ് ലോകം എന്നൊരു തോന്നലുണ്ട്. UAE എന്നെ തിരിച്ചറിയരുത്. അവിടുത്തെ ബിസിനസ്സും അവിടുത്തെ പിന്നെ രീതികളും ഇവിടെ വർക്ക് ചെയ്യും എന്ന് ഒരു തോന്നലുണ്ട്. അത് പലപ്പോഴും നടക്കില്ല. ഇവിടെ നമുക്ക് ഇന്ത്യയിൽ വേറൊരു ഇക്കോസിസ്റ്റമാണ്, കേരളത്തിൽ പ്രത്യേകിച്ചും വേറൊരു ഇക്കോസിസ്റ്റമാണ്. ഇന്നത്തെ മോഡേൺ ജാഗണി പറഞ്ഞാൽ വേറൊരു ഇക്കോസിസ്റ്റമാണ്. ഇവിടെ ഒരുപാട് ഉദ്ദേശിക്കാത്ത പിന്നെ പ്രതിബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ സഹായിക്കുന്ന ഫാക്ടേഴ്സും ഒരുപാടുണ്ട്. ഈ സഹായിക്കുന്ന ഫാക്ടേഴ്സ് കാണാൻ പിന്നെ വിട്ടുപോവുകയും നമുക്ക് ഹിൻഡ്രൻസ് ആയിട്ട് വരുന്ന അതും കാണാൻ വിട്ടുപോവുകയും ചെയ്യുമ്പോഴാണ് പല ഈ UAE അധിഷ്ഠിതമായിട്ടുള്ള പദ്ധതികളും ഇവിടെ പിന്നെ പരാജയപ്പെടുന്നു. ഒരുപാട് നമുക്കറിയാം. നമ്മുടെ തന്നെ ഈ പ്രവാസികൾ വന്ന് ഇവിടെ ഓരോന്ന് തുടങ്ങി എത്ര പേരാണ് അടിഞ്ഞു പോകുന്നത്. അതുപോലൊരു അബദ്ധമാണ് ഈ സ്മാർട്ട് സിറ്റിയിലും പറ്റിയത്. കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട്, വർക്കിംഗ് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പിന്നെ ബിസിനസ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചെങ്കിൽ അത് ശരിയായ ഒരു ഇതായിരുന്നു എന്നുള്ള എനിക്കൊരു സംശയമുണ്ട്. മാത്രവുമല്ല, ഇതിപ്പം CAGയുടെ റിപ്പോർട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു. ഞാനും അബദ്ധവശാൽ അത് കാണുകയുണ്ടായി കുറച്ച് നാൾ മുമ്പ്. ആ CAGയുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആദ്യത്തെ ഒരു പ്രോജക്റ്റ് എവാലുവേഷൻ സ്റ്റേജിൽ ഏതാണ്ട് 6 സ്റ്റെപ്സ്, ക്രൂഷ്യൽ സ്റ്റെപ്സ് അവിടെ മിസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി, DPR പ്രിപ്പറേഷൻ, പിന്നെ അത് കഴിഞ്ഞ് ബിഡ് സ്റ്റേജ്, എവാലുവേഷൻ ഓഫ് ടെൻഡേഴ്സ്, ഇതൊന്നുമില്ല. നമ്മുടെ മുഖ്യമന്ത്രിയോടെ ദുബായിൽ പോകുന്നു, ഒരു IT എക്സിബിഷന് പോകുന്നു, അതിൽ പറഞ്ഞിരിക്കുന്നതാണ്. പോകുന്നു, അവിടെ പിന്നെ ഇങ്ങനെ ദുബായ് സ്മാർട്ട് സിറ്റിയുടെ കമ്പനിയെ കാണുന്നു, TCOM-നെ കാണുന്നു. അവരെ ഇവിടെ വിളിച്ചിട്ട് ഇവിടെ വന്ന് ഇപ്പോൾ ഈ ബിസിനസ് ചെയ്തോ എന്നും പറഞ്ഞിട്ട് അവരുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്. ആദ്യം ഒരു MOU, പിന്നെ ഒരു ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ്. ഇതാണ് പോകുന്നത്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്കാ എഗ്രിമെൻ്റ് തന്നെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. അപ്പോൾ ഇതിനുള്ള ഈ കാതലായിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽസ് ഈ പ്രോജക്റ്റിൽ മിസ്സിംഗ് ആണ്. അവരിവിടെ വന്ന് പിന്നെ സ്പേസ് ഉണ്ടാക്കിയിട്ടു, കൺസ്ട്രക്ട് ചെയ്ത് 6.5 lakh സ്ക്വയർ ഫീറ്റാണ് അവരുണ്ടാക്കിയത്. അവർ ഉദ്ദേശിച്ച് 28 മില്യൺ സ്ക്വയർ ഫീറ്റാണ്. അവരുടെ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 9.2 മില്യൺ സ്ക്വയർ ഫീറ്റാണ്. അതൊക്കെ പോയിട്ട് 0.65 മില്യൺ ആണ് അവർ അവസാനം ഉണ്ടാക്കിയത്. ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ അവർക്ക് ഈ ബിസിനസ് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവർക്ക് മനസ്സിലാക്കി പകുതി എത്തിയപ്പോൾ തന്നെ. ഇതിനെല്ലാം ആഡ് ചെയ്തിട്ട് 2008-2009 അതാണ് പലയിടത്തും പിന്നെ നിർവഹിച്ച് കാണുന്നത്. 2008-2009 ഉണ്ടായ റിസഷൻ, ദുബായ് മിഡിൽ ഈസ്റ്റിലുണ്ടായ റിസഷൻ ആണ്. ഫണ്ട് ഷോർട്ടേജ് വന്നിട്ട് പല അൺഇമ്പോർട്ടൻറ്റ് പ്രോജക്ട്സ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അൺഇമ്പോർട്ടൻറ്റ് പ്രോജക്ട്സ് ചവിട്ടിപ്പിടിക്കാൻ അവർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പ്രോജക്റ്റ്